അവൾ ചെവിയിൽ കൈവച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ കണ്ടിരുന്നു. ഈ പെണ്ണ് റിപ്പീറ്റ് അയാളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. സോ കൺഫേം ഇത്തിരി പെണ്ണിനോട് അയാൾക്ക് സംശയം ഉണ്ടാവും. സംശയം ഉണ്ടെങ്കിൽ അയാളെ തീർക്കുകയും ചെയ്യും. പറഞ്ഞതുപോലെ ലിഫ്റ്റിനകത്ത് കയറി അവളെ കുത്താൻ വേണ്ടി ഇയാൾ കത്തി പുറത്തേക്ക് എടുക്കുക. അപ്പോഴായിരിക്കും മാമൻ കയറി വരുന്നത്. മാമൻ സ്വന്തം മോളോടെന്ന പോലെ ഏത് നേരവും ഈ ഹെഡ്ഫോൺ വെച്ച് നടന്നോ, ഞാൻ പറയുന്നൊന്നും കേൾക്കണ്ടെന്നും പറഞ്ഞിട്ട് ഹെഡ്ഫോൺ തട്ടിക്കളഞ്ഞ് അയാൾ കാണാതെ ആ ഇയർപോഡ് അവിടെ നിന്ന് എടുത്തു മാറ്റും. എന്നോട് പറയാതെ നീ ആ ചെറുക്കനെ ചെന്ന് കാണുന്നുണ്ടല്ലേ, ഈ പ്രായത്തിൽ നിനക്ക് പ്രേമം വേണോ, എനിക്കിഷ്ടമല്ലാതെന്നു അടങ്ങിയൊതുങ്ങിയിരുന്നോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ മോളെ ചീത്ത പറയുക. എന്നിട്ട് ലീഡർ ഡാഡിയോട് നിങ്ങളേത് ഫ്ലോറിലേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കും. അതിന് അയാൾ ഇല്ല, ഞാനൊരു സാധനം മറന്നു, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ തിരിച്ചു പോയിട്ട് അത് വാങ്ങിച്ചിട്ട് വരാമെന്ന്. എന്നിട്ട് ഇയാൾ ഡൗൺ സ്വിച്ച് അമർത്തി മെല്ലെ പെണ്ണിന്റെ ചെവിയിലേക്ക് നോക്കുക. അവിടെ ഇയർഫോൺ ഒന്നുമില്ല. സോ അവളെ കാര്യമായി സംശയിക്കേണ്ടതില്ല എന്ന് അയാൾ വിചാരിക്കും. ഇതിനിടയ്ക്ക് അവളെ തപ്പിക്കൊണ്ടിരുന്നത് കമ്മലാണെന്നും അതെനിക്ക് കിട്ടിയെന്നും പറഞ്ഞ് ചാക്കി മാമൻ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പ്രായത്തിലെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാണെന്നും പറഞ്ഞ് ഈ ഡാഡിമാര് രണ്ടുപേര് സംസാരിക്കുകയും ചെയ്യും. ഇതിനിടയ്ക്ക് താൻ വാങ്ങിച്ചോണ്ട് വന്ന ആപ്പിൾ എടുത്ത് തിന്നാൻ വേണ്ടി മാമൻ വാ കൊണ്ട് കടിക്കുക. ഇങ്ങേർക്ക് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. പുള്ളി വേണ്ടാന്ന് പറയുമ്പം അതിലെ കേടായ ഭാഗം മാമൻ കടിച്ച് തുപ്പിക്കളയും. എന്തിനാ ഇവിടെ തുപ്പിയിട്ടേന്നൊക്കെ ചോദിച്ച് മോള് ചൂടാകുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഒരു മൂലയ്ക്ക് മാറ്റി വെക്കാന്നും പറഞ്ഞ് തുപ്പിയതെടുത്ത് മൂലയ്ക്ക് മാറ്റി വെച്ചിട്ട് ഇവരേതോ ഫ്ലോർ വരുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോട്ടെ എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിലും അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. നീ തിരിഞ്ഞു നോക്കണ്ട, നേരെ ആ വീട്ടിലേക്ക് നടക്കുന്നും പറഞ്ഞ് ഏതോ വീട്ടിലേക്ക് ഇങ്ങേര് കണ്ണടയുടെ ഒരു കാലൊക്കെ പൊട്ടിച്ച് കീയാക്കി തുറന്ന് അകത്തേക്ക് കയറുന്നു. ഇത് കാണുമ്പോൾ ലീഡർ ഡാഡി ശരി അവരുടെ വീട് തന്നെയാണ്, സംശയിക്കാനൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് തിരിച്ചു പോകും. ഇവിടെ അകത്ത് കയറുമ്പോൾ ഇവരേതോ വീടിനകത്തല്ല കയറിയത്, അവിടെ ഒരു മമ്മി ഇരിപ്പുണ്ട്. ഞങ്ങൾ പോലീസുകാരാണെന്നും പറഞ്ഞ് അതിൻ്റെ വായും പൊത്തിപ്പിടിച്ച് അതിനെ സമാധാനിപ്പിക്കുക. തിരിച്ചു വന്ന ലീഡർ ഡാഡി 8ാം ഫ്ലോറിലേക്ക് സ്വിച്ച് അമർത്തി പോവുക. ഇത് ക്യാമറയിലൂടെ കാണും. സോ 8ാം ഫ്ലോറിൽ നേരത്തെ ഒരു പോലീസുകാരൻ ചെന്ന് 1-2 ക്യാമറ സെറ്റ് ചെയ്യും. ഈ 8ാം ഫ്ലോറിൽ 802 നമ്പർ ഫ്ലാറ്റിലാണ് അയാൾ താമസിക്കുന്നത്. കയറിപ്പോകുന്ന ഇവർ കാണുന്നുണ്ട്. സോ ഫ്ലാറ്റ് നമ്പർ കൺഫേം ആയി. ഈ ഫ്ലാറ്റിന് എതിർഭാഗത്തെ ഫ്ലാറ്റിൽ പോലീസുകാർ വന്നിട്ട് ക്യാമറയും മൈക്കും ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം മുതൽ പുള്ളിക്കാരൻ കളയുന്ന വേസ്റ്റും പുള്ളിക്കാരന് വരുന്ന പാഴ്സലും എല്ലാവരും പരിശോധിക്കുന്നുണ്ട്. അവരടുത്ത പ്ലാനിങ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്ലാൻ ചെയ്ത് ആക്ട് ചെയ്യുമ്പോൾ പിടിക്കാമല്ലോ, അതിനു വേണ്ടിയിട്ട്. ഇപ്പം അങ്ങേര് കളയുന്ന കുറച്ച് പേപ്പറിൽ എന്തൊക്കെയോ സുഡോക്ക് പോലെ നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. ഒന്നും വ്യക്തമല്ല. എന്തായാലും അയാൾ അറിയാതെ അവന്റെ ഓരോ മൂമെന്റും അവനേക്കാൾ ബുദ്ധിയോടെ നമുക്ക് കളിച്ച് അവനെ പിടിക്കാം എന്ന് മാമൻ പറയുകയാണ്. പിറ്റേ ദിവസം ജാക്കി മാമൻ മാർക്കറ്റിൽ പച്ചക്കറികൾ വാങ്ങുമ്പോൾ ഈ ലീഡർ ഡാഡി അടുത്തേക്ക് വരും, സാധാരണക്കാരനെ പോലെ സംസാരിച്ചു. എന്നിട്ട് പുള്ളിയെ സ്കാൻ ചെയ്യുക. സംശയമൊന്നും വിട്ടുപോയിട്ടില്ല പുള്ളിക്ക്. ഇയാൾ ഇവിടെ തന്നെയാണോ എന്നറിയാൻ വേണ്ടി അവിടുത്തെ കടകളെപ്പറ്റി അറിയാത്ത രീതിയിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. എന്നാൽ മാമൻ എല്ലാത്തിനും കറക്റ്റായി ഉത്തരം പറയുന്നുണ്ട്. ആ കടക്കാരൻ്റെ അപ്പൻ ചത്തുപോയി, അയാളുടെ ഭാര്യ ഇറങ്ങിപ്പോയി, മോന് വലിയ രോഗമാണ്, ഇതൊക്കെ കറക്റ്റായിട്ട് പറയും. അതുപോലെ മോളെപ്പറ്റിയും ചോദിക്കും. ഇവർ ഡിവോഴ്സായി, അമ്മ മരിച്ചതിന് ശേഷം മോള് വന്ന അപ്പൻ്റെ കൂടെ താമസിക്കുന്നതാണ്. ഇങ്ങനെ കുറേ കാലം ചൂത് കളിച്ച് പണമെല്ലാം കളഞ്ഞു, അതുകൊണ്ടാണ് ഭാര്യ പോയതെന്ന് പറയും. അവിടെ ചൂത് കളിക്കുന്ന ഒരു പയ്യൻ്റെ നിന്ന് ചീട്ട് വാങ്ങി കളിക്കാരനെ പോലെ നന്നായിട്ട് കറക്കുന്നുണ്ട്. പിന്നെ കുറച്ചു കാലം കുക്കായിരുന്നു എന്നും പറയും. അപ്പൊ ലീഡർ ഡാഡി ഞാനും കുറേ കാലം കുക്ക് ചെയ്തിട്ടുണ്ട്, മീനായിരുന്നു എൻ്റെ സ്പെഷ്യൽ, പറ്റുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുക്ക് ചെയ്ത് തരാമെന്ന് പറയും. അപ്പോൾ മാമൻ എന്നാൽ പിന്നെ ഇന്ന് തന്നെ ആയിക്കോട്ടെ, ഞാൻ മീൻ വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങൾ വീട്ടിലേക്ക് വരുമെന്ന് പറയാം. സോ അന്ന് വൈകിട്ട് ലീഡർ ഡാഡി ഒരു കുപ്പി വൈനുമായിട്ട് ഇവരെ കാണാൻ വരും. എന്നിട്ട് സംശയം തീരാത്തതുകൊണ്ട് ഈ വീടും മെല്ലെ പരിശോധിക്കുന്നുണ്ട്. ആ വീട്ടിൽ പൊടിയൊക്കെ ഉണ്ടോ, ചെളിയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. പൊടിയുണ്ടെങ്കിൽ അവരിവിടെ താമസമില്ല എന്നറിയാലോ. എന്നാൽ പൊടിയൊന്നുമില്ല. അപ്പോൾ ആ സംശയം തീർന്നു. ഇനിയിപ്പോൾ മീൻ, പുള്ളിക്കാരന് മീൻ കൊടുക്കുമ്പോൾ അത് വെട്ടാൻ കത്തി ചോദിക്കുക. നിങ്ങളൊരു ഷെഫല്ലേ, നല്ല കത്തിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ മാമൻ സ്റ്റോക്കുള്ള കുറേ കത്തിയെടുത്ത് കാണിച്ചു കൊടുക്കും. അതിലൊരു കത്തിയെടുത്ത് പുള്ളിക്കാരൻ അടിപൊളിയായി മീൻ വെട്ടി പ്രത്യേക ഡിഷൊക്കെ ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കുക. അപ്പം മോളുടെ നെറ്റിയിൽ ഒരു പാടുണ്ട്, ഒരു മുറിപ്പാടുണ്ട്. അതെങ്ങനെയാ പറ്റിയതെന്ന് ആ ലീഡർ ഡാഡി മാമനോട് ചോദിക്കും. മാമൻ പറയുകയാണ് അവൾക്കത് സ്കൂളിൽ നിന്ന് പറ്റിയതാ, ഒരു പെൺകുട്ടിയായിട്ട് അടിയുണ്ടാക്കി പറ്റിയതാണെന്ന്. ഇത് കഴിഞ്ഞ് അവർ കഴിക്കാൻ നേരം മാമൻ ബാത്റൂമിൽ പോവുകയാണ്. ആ നേരത്ത് ലീഡർ ഡാഡി മോളോട് ചോദിക്കുകയാണ് നിനക്ക് നെറ്റിയിൽ എങ്ങനെയാണ് പാട് പറ്റിയത്. മോള് പറയും 5ാം ക്ലാസ്സിൽ അടി കൂടിയിട്ട് ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നുണ്ടായ മുറിവാണെന്ന്. എന്നാൽ ഞാൻ ഈ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല, ഒരു മനുഷ്യനും അറിയില്ല. മാമൻ തിരിച്ചു വരാൻ നേരം ലീഡർ മാമനോട് ചോദിക്കും ഇവള് പറഞ്ഞു ആർക്കും അറിയില്ലെന്ന്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്? മാമൻ പറയാം എനിക്കറിയാം, ഒരു പെൺകുട്ടി ഇവളെ മണ്ടയ്ക്ക് ബോട്ടിൽ കൊണ്ട് അടിച്ചതാ, പക്ഷെ ടീച്ചറോടും അമ്മയോടും ഇവള് കഥ മാറ്റിയാണ് പറഞ്ഞത്. അപ്പൊ മോള് ചോദിക്കുക ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെ പപ്പയ്ക്ക് അറിയാമെന്ന്. അപ്പൊ ജാക്കി മാമൻ പറയും ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് ദൂരെ പോയിട്ടില്ല, അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിന്റെ എല്ലാ വിവരങ്ങളും എനിക്ക് അറിയുമായിരുന്നു. സോ കൂട്ടുകാരൻ മരിച്ചതീ പിന്നെ ഇവൾ അറിയാതെ ഇവൾ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു മാമൻ ഇത്രയും കാലമായിട്ട്. അത് കേൾക്കുമ്പോൾ അവൾക്കും വിഷമാവും, അങ്കിളിനോട് ഭയങ്കര ഇഷ്ടമാവും. ഇതെല്ലാം കഴിഞ്ഞ് അവർ ഭക്ഷണവും കഴിച്ച് വൈനും കുടിച്ച് സന്തോഷിക്കുക. സോ ലീഡർ ഡാഡിക്ക് ഇപ്പോൾ സംശയമൊന്നുമില്ല. ഇതിന്റെ ഗ്യാപ്പിൽ അയാളെ മൊബൈലിലെ കുറച്ച് ഡാറ്റകളൊക്കെ പെൺകുട്ടി കവർന്നിട്ടുണ്ട്. ഈ സമയത്ത് ഹാക്കർ പയ്യൻ, കള്ളന്മാരിലെ ഹാക്കർ പയ്യൻ, അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരെ ഡാഡി ചോദിക്കും ഹീറോയും മോളും ഇല്ലേ, അവരെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ഇവൻ ഇല്ല എന്നാണ് പറയുക.
പക്ഷെ ഇവനറിയാം ഹീറോയും മോളും പോലീസുകാരാണെന്ന് ഇവനറിയാം. ഈ മോള് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയം ഹീറോയെ കൊല്ലാൻ വേണ്ടി ഈ 4 കള്ളന്മാരിൽ ഒരാള് ഹീറോയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കിടക്കുക. എന്നിട്ട് അവര് തമ്മിൽ പൊരിഞ്ഞടി നടക്കുകയാണ്. എന്നാൽ ഇതൊന്നും തന്നെ ഈ ലീഡർ ഡാഡിയോട് കള്ളന്മാരായ മക്കൾ പറയുന്നില്ല. അവിടെ ഒരു കുഴപ്പമില്ല, അയാളൊരു സാധാരണക്കാരനാണെന്നാണ് പറയുക. കാരണം പോലീസുകാർ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ അടുത്ത പ്ലാനിന് സമ്മതിക്കില്ല. സോ ഈ പോലീസുകാരുടെ കാര്യം ആ പിള്ളേര് മറച്ചു വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്ലാൻ നടപ്പിലാക്കാമെന്ന് ലീഡർ ഡാഡി പറയും. ഈ മുടിയൻ ചെറുക്കന്റെ ഐഡിയയിലുള്ള പ്ലാൻ തന്നെ നടപ്പിലാക്കാന്ന് പറയും. ഈ സമയത്ത് മുടിയൻ ചെറുക്കൻ ഹാക്കറല്ലേ, അവൻ പോലീസുകാരെ വരെ പറ്റിച്ചിരിക്കുക. കാരണം ഈ പോലീസുകാര് ഹീറോയുടെ വീട് വേവ് നോക്കുന്നുണ്ട്. അവരച്ഛനെയും മോളെയും ഇവര് നിരീക്ഷിക്കുന്നുണ്ട് CCTVയിലൂടെ. ആ CCTV ഫൂട്ടേജ് തന്നെ ഈ കള്ളൻ ഹാക്കർ ചെറുക്കൻ മാറ്റിവെച്ചിരിക്കുകയാണ്. സോ ഇവർക്ക് കാണുന്നത് AI വീഡിയോ ആയിരിക്കും. അതിൽ ഹീറോയും മോളും ഒരു കുഴപ്പമില്ലാതിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഹീറോയും ആ മൂത്ത കള്ളനും തമ്മിൽ പൊരിഞ്ഞടിയായിരിക്കും. ഇത് നമ്മുടെ പൊട്ടപ്പം പോലീസില്ലേ, അവന് മനസ്സിലാകും. കാരണം അവിടെ ഇരിക്കുന്നത് തന്റെ കാമുകിയല്ല, അത് വേറെ ഏതോ പെണ്ണിന്റെ AI വീഡിയോ ആണെന്ന് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇത്തിരി പെണ്ണ് അങ്ങോട്ട് കയറി വരുന്നത്. ഇവളെയാണ് അവര് CCTVയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അമളി പറ്റിയത് മനസ്സിലാക്കിയ പോലീസുകാർ ഉടനെ ഹീറോയുടെ അടുത്തേക്ക് ഓടി വരിക. പോലീസുകാർ വരുന്നുണ്ടെന്നുള്ള വിവരം ഹാക്കർ ചെറുക്കൻ ഈ മുടിയനോട് കൈമാറുമ്പോൾ അവൻ ഹീറോയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി പുള്ളിക്കാരനെ ഓടിച്ചിട്ട് അവിടുന്ന് ചാടി രക്ഷപ്പെടും. ഇവനെ പിടിക്കാൻ വേണ്ടി ഹീറോ വരുമ്പോഴേക്കും പോലീസുകാർ അവിടെ എത്തിക്കഴിഞ്ഞു. ആ കള്ളൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. എന്നാൽ ഇതൊക്കെ നടക്കുമ്പോഴും ലീഡർ ഡാഡി തന്തക്കള്ളൻ ആ വീട്ടിൽ നിന്ന് അനങ്ങിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ തന്തക്കള്ളനോട് മക്കള് കള്ളന്മാര് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അവരെന്തായാലും അടുത്ത പ്ലാനിന് ഇറങ്ങി പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ചാൻസ് തന്നെയാണ് നമ്മളും ഉപയോഗിക്കേണ്ടത് എന്ന് വലിയ പോലീസുകാർ പറയുക. ഈ നേരം ഹാക്കർ പയ്യൻ എവിടെയോ ഉള്ള റഷ്യൻ കൊലയാളികൾക്ക് കുറച്ചധികം പണം കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല. പിറ്റേ ദിവസം ഡാഡി എങ്ങോട്ടോ പോകുന്നു. കള്ളൻ ഡാഡി അങ്ങേര് പുതിയ ഹൈസ്റ്റിന് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഹാക്കറുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇവര് പണ്ട് താമസിച്ച ഒരു ഓർഫനേജിലേക്ക്. സോ ഈ ഡാഡിയെ ഫോളോ ചെയ്ത് കുറച്ച് പോലീസുകാർ പോകുന്നു. ആ നേരത്താണ് ഹീറോയ്ക്ക് ആ പസിൽസിലെ നമ്പറുകളെല്ലാം ഇവരെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പൊസിഷൻസ് ആണെന്ന് മനസ്സിലാവുക. ഇവര് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇവരെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെ ആക്രമിക്കപ്പെടുന്നു. അവരെ ഓഫീസിലേക്ക് ഹീറോയുടെ കാറിനെ തന്നെ, ഹീറോയും ഇത്തിരി പെണ്ണും സഞ്ചരിക്കുന്ന കാറിനെ തന്നെ ആ റഷ്യൻ കൊലയാളികൾ ഇടിച്ചു കയറ്റും. എന്നിട്ട് പോലീസുകാരെ എല്ലാം ആക്രമിക്കുക. ചറപറ വെട്ടി. കുറച്ച് പോലീസുകാർ പുറത്താണല്ലോ, അവർ ഈ വിവരം അറിഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെ ഹെഡ്ക്വാർട്ടേഴ്സിനെ തന്നെ ഒരു ടീം ആക്രമിക്കുമെന്ന് ഇവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഹീറോയും മോളും ചാടി രക്ഷപ്പെട്ട് കയ്യിൽ കിട്ടിയ തോക്കെടുത്ത് ഇവരെ തിരിച്ചാക്രമിച്ചുകൊണ്ടിരിക്കുക. അയാൾ രേഖപ്പെടുത്തിയത്, അതായത് ആ പസിലിൽ കണ്ടത് ഈ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പൊസിഷൻസ് ആയിരുന്നു എന്ന് ഹീറോ അപ്പോഴായിരിക്കും മോളോട് പറയുന്നത്. എന്നിട്ട് അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ പറയും. ഇവർ ബോംബൊക്കെ വെച്ച് തകർത്ത് ഹെഡ്ക്വാർട്ടേഴ്സിനകത്തേക്ക് കയറുക. അവിടെ ഇവർക്ക് വേണ്ട എന്തോ ഒരു സംഭവമുണ്ട്. ഹെഡ്ക്വാർട്ടേഴ്സ് എന്നാണ് ഇവർ കൊള്ളയടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ഉണ്ട്, ഒരു കമ്പ്യൂട്ടർ ഡോക്യുമെന്റ്. ഈ സമയത്ത് ഡാഡിയെ ഫോളോ ചെയ്തു പോയ പോലീസുകാർ, ഒരു 2 പേര്, 2 കുട്ടാപ്പികൾ, അവര് കാണുമ്പോൾ വില്ലൻ ഡാഡിയെ ഒരു മുടിയൻ ചെറുക്കൻ ഈ ഓർഫനേജിലേക്ക് പറഞ്ഞു വിടുന്നു. ഈ ഓർഫനേജിനകത്ത് കയറിയ ഡാഡിക്ക് മനസ്സിലായി പുള്ളിക്കാരന് പിള്ളേര് തന്നെ സെറ്റ് ചെയ്ത ട്രാപ്പാണിതെന്ന്. കുറേ വാടക കൊലയാളികൾ ആ ഓർഫനേജിനകത്തുണ്ടാവും. അവർ വന്ന് ഡാഡിയെ ടീസ് ചെയ്യുക. പക്ഷെ ഡാഡി ആണെങ്കിൽ പഴയ അസാസിനാണല്ലോ. പുള്ളിക്കാരനൊരു പേനാക്കത്തി മതി ഇവന്മാരെയൊക്കെ കൈകാര്യം ചെയ്യാൻ. അറഞ്ചം പുറഞ്ഞം കുത്തി തെറിപ്പിക്കുകയാണ് പുള്ളി. എന്നിട്ട് പുള്ളി തന്റെ പഴയൊരു കഥ പറയും. 200 പോലീസുകാരാണ് പുള്ളിക്കാരനെ പിടിക്കാൻ പോയത് ഒരു തവണ. എല്ലാവരെയും കൊന്നിട്ട് കണ്ണ് ചൂഴ്ന്നെടുത്തു. അത് പുള്ളിക്കാരന്റെ ഒരു ഹിസ്റ്ററിയാണ്. ഈ നേരം ഹെഡ്ക്വാർട്ടേഴ്സിലെ കൺട്രോൾ റൂമില്ലേ, അവിടുത്തെ പോലീസുകാരും തയ്യാറാവും ഈ റഷ്യൻ ഗുണ്ടകളെ ആക്രമിക്കാൻ വേണ്ടി. റഷ്യൻ ഗുണ്ടയിൽ ഒരു സ്റ്റൈലെത്തി പെൺകുട്ടിയുണ്ട്. അവളും ഇത്തിരി പെണ്ണുമായിട്ട് നല്ല പുതിരം തല്ല. ആ നേരം ദൂരെ പോയ പോലീസുകാരെല്ലാം തിരിഞ്ഞു വരുന്നു. അതിൽ സ്വാറ്റ് ടീമും ഉണ്ട്. അവര് കയറി വന്നിട്ട് ഇനി ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം മിസ് എന്നും പറഞ്ഞ് നമ്മുടെ ഇൻസ്പെക്ടർ ലേഡിയെ മാറ്റി നിർത്തി ഈ വാടകക്കാരെ എല്ലാം കൊല്ലുക. അവസാനം ഹീറോ ജാക്കി മാമൻ അതിലെ മെയിൻ തലവന്റെ മണ്ടയ്ക്ക് വെടിവെച്ച് അയാളെയും കൊന്നുകളഞ്ഞു. അങ്ങനെ വാടക റഷ്യൻ ഗുണ്ടകളെല്ലാം ഇവർ തീർത്തു. ഈ നേരത്ത് ലീഡർ ഡാഡി പുള്ളി എല്ലാ റൗഡികളെയും കൊന്നു കഴിഞ്ഞിട്ട് CCTV നോക്കി, ഇനി അടുത്ത് ഞാൻ നിനക്ക് വേണ്ടിയാ വരണേന്ന് ഹാക്കർ ചെറുക്കനോട് പറയും. അപ്പൊ ഇങ്ങേരെ വണ്ടി കൊണ്ടുവന്ന് വിടാമെന്നില്ല മൂത്ത പയ്യൻ, അവൻ അവിടെ പുറകെ നിൽപ്പുണ്ട്. ചേട്ടനോട് തിരിച്ചു വരാൻ പറയുകയാണ് ഹാക്കർ പയ്യൻ. തിരിച്ചു വരൂ, അങ്ങേരെ വേറെ ഏതെങ്കിലും പ്ലാനിൽ നമ്മൾക്ക് ഇല്ലാതാക്കാം. പുള്ളി ഡേഞ്ചറസ് ആണ്, നിങ്ങളെ ജീവനോടെ വിടില്ല, ദയവ് ചെയ്ത് തിരിച്ചു വരുമെന്ന് ഹാക്കർ ചെക്കൻ പറയുക. എന്നാ ഈ മൂത്തവൻ അറിയാം താൻ എന്തായാലും കൊല ചെയ്യപ്പെടുമെന്ന്. കൊല ചെയ്യപ്പെട്ടാലും അനിയന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി താൻ മരിച്ചിട്ടാണെങ്കിലും ഇയാളെ തീർക്കണമെന്നും പറഞ്ഞ് അവൻ തന്തേനെ കുത്തി നിലത്തേക്കെടുത്ത് ചാടാണ്. കുറെ കാലം ഇയാളെ പിടിയിൽ ദുരിതം അനുഭവിക്കല്ലേ, ഇയാളിൽ നിന്ന് ഇവർക്ക് മോചനം വേണം. അതുകൊണ്ട് പുള്ളിക്കാരനെ തീർക്കാനാണ് ഈ മൂത്ത ചെറുക്കൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉള്ളി പൊരിഞ്ഞ അടിയും കുത്തും നടക്കുമ്പോൾ പോലീസുകാർ മെല്ലെ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ നേരം അവസാനം കുത്തും കൊണ്ട മൂത്ത പയ്യൻ CCTV നോക്കി സിഗ്നൽ കൊടുക്കും. സോ ഹാക്കർ ചെറുക്കൻ അവിടത്തെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ബോംബ് ട്രിഗർ ചെയ്യുക. ഉടനെ ആ ഓർഫനേജ് മൊത്തം പൊട്ടിത്തെറിക്കും. അങ്ങനെയെങ്കിലും പുള്ളിക്കാരനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്
ഇവർ പ്ലാൻ ചെയ്തിരുന്നു. ആൾബലം കൊണ്ടല്ലെങ്കിൽ ബോംബ് ബലം കൊണ്ട്. ഇനി പുള്ളി മരിച്ചോന്നറിയില്ല. ഇപ്പൊ പോലീസുകാർ അവിടെ നിന്ന് കിട്ടിയ ബോഡികളെല്ലാം റിക്കവർ ചെയ്യുക ആ ഓർഫനേജിൽ നിന്ന്. ആ സമയത്ത് ഇവിടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇവർ സൂക്ഷിച്ചു വെച്ചിരുന്ന ലോക്കർ റൂം ആരോ തുറന്നിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഇൻസ്പെക്ടർക്ക് മനസ്സിലായില്ല. പിന്നീട് ആലോചിച്ച് നോക്കുമ്പോഴാണ് പോലീസുകാരുടെ കൂടെ അകത്തേക്ക് വന്ന സ്വാറ്റ് ടീം അവര് ശരിക്കും കള്ളന്മാരായിരുന്നു. അവരുള്ളിൽ കയറി അവർക്ക് വേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് എല്ലാം അടിച്ചുകൊണ്ട് പോയി. അതും ഈ ക്രിപ്റ്റോ കറൻസിയെ പറ്റിയുള്ള എന്തോ ഒരു ഫയൽ ഡാറ്റയാണ്. ഇങ്ങനെ കൊള്ള കഴിഞ്ഞു പോകുന്ന പിള്ളേര് തന്റെ സഹോദരൻ മരിച്ചതിൽ ഒരുപാട് വിഷമിക്കും. അതേസമയം ആ തന്തയ്ക്ക് എല്ലാം അറിയാം. അറിഞ്ഞിട്ട് ഇവരെ കൊടുക്കാൻ ശ്രമിച്ചാണെന്ന് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക. ഇവിടെ നോക്കുമ്പോൾ ലീഡർ ഡാഡി മരിച്ചിട്ടില്ല. പുള്ളിക്കാരൻ അവസാന ജീവനും കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക. ആ സമയത്ത് പോലീസുകാർക്ക് ഈ കള്ളന്മാര് കിട്ടിയ എല്ലാ ഡാറ്റയും വെച്ച് രാജ്യം വിടാൻ തീരുമാനിച്ചു എന്നുള്ളത് മനസ്സിലാവും. അതിനു മുന്നേ അവരെ പിടിക്കണം. ഇവർ AI വെച്ച് ആ സിറ്റി മുഴുവൻ പരിശോധിക്കുമ്പോൾ സംശയിക്കപ്പെടുന്ന രീതിയിൽ ഒരു വാൻ പോയതായിട്ട് കാണും. അതിനെ അവർ ഫോളോ ചെയ്ത് പോവാ. ഇപ്പൊ ഇവിടെ കള്ളൻ ഡാഡിയെ പോലീസുകാർ തോക്ക് കാണിച്ച് കീഴ്പ്പെടുത്തും. അയാളെ പിടിച്ചു. അപ്പൊ പുള്ളിക്കാരൻ പറയാ, നിങ്ങൾക്ക് ബാക്കിയുള്ള പിള്ളേരെ പിടിക്കണമെങ്കിൽ വിൻ പാലസിലേക്ക് പോകണം, അവരവിടെയാണ് ഒത്തുകൂടിയിരിക്കണേന്ന്. സോ ഇവര് തന്തപ്പനെയും കൂട്ടി വിൻ പാലസിലേക്ക് വരിക. പറഞ്ഞ പോലെ തന്നെ ഈ കള്ളം പിള്ളേരും വിൻ പാലസിലേക്കാണ് പോയിരിക്കുന്നത്. ഈ വിവരം കിട്ടിയ പോലീസുകാർ ആ പിള്ളേരെത്തുന്ന സമയത്ത് തന്നെ അവിടെ എത്തുന്നുണ്ട്. അവർ നാനാഭാഗത്തേക്ക് ചെതറിയോടും. ഫോർ ദ പീപ്പിൾ പോലെയാ. നല്ല രസമുണ്ട്. എന്തായാലും ഈ അകത്തേക്ക് കയറിയ പിള്ളേരെ പിടിക്കാൻ വേണ്ടി ആദ്യം എത്തുന്നത് ഹീറോയും നമ്മുടെ ഇത്തിരി പെണ്ണുമാണ്. അവരെ രണ്ടുപേരെയും ഈ കള്ളം പയ്യന്മാര് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടുപേരെ പെൺകുട്ടി അന്വേഷിച്ച് പോവും. രണ്ടുപേരുമായിട്ട് ജാക്കി മാമന്റെ ഫൈറ്റ്. ഈ സമയത്ത് വില്ലൻ ഡാഡിയുമായിട്ട് പോകുന്നില്ല പോലീസുകാര്. അവർക്കൊരു കോള് വരുന്നു. വിളിച്ചിരിക്കുന്നത് തന്തയുടെ പിള്ളേര് തന്നെയാ. പിള്ളയോടൊപ്പം പറയും, പോലീസുകാരെ നിന്നെ പിടിക്കുന്നതിന് മുന്നേ മക്കളെ ഞാൻ നിങ്ങളെ പിടിക്കും. അവർ പിടിച്ചാൽ എനിക്ക് വിഷമാവില്ലേ? എപ്പോഴും മിച്ചം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പാഠം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലേ? ഇന്നത്തോടുകൂടെ എല്ലാം തീർക്കണം. അത് കേട്ട മകൻ പറയും, ഞാൻ നോട്ട് ചെയ്തു ഡാഡി, ഇന്നത്തോടുകൂടെ നമുക്കെല്ലാം തീർക്കാം. ഇതും പറഞ്ഞ മുടിയൻ അവിടെ നിന്ന് വിട്ടടിച്ച് പോവാ. പുള്ളിക്കാരന്റെ ബാഗിൽ അവരടിച്ച ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട്. അവനെ ഫോളോ ചെയ്ത് ഇത്തിരി പെണ്ണ് പോകുന്നു. ഈ നേരത്ത് ജാക്കി മാമൻ പുള്ളി 2 കള്ളന്മാരെ പിടിച്ചു. അവരെ വാഷിംഗ് മെഷീനിലിട്ടിട്ട് ബാക്കിയുള്ളവരെ പിടിക്കാൻ വേണ്ടി ഓടുക. ആ നേരത്ത് ലീഡർ ഡാഡി ഈ പോലീസുകാരെ പറ്റിച്ച് കൂടെ ഉണ്ടായിരുന്ന 5-6 പോലീസുകാരെ അടിച്ചിട്ട് വണ്ടി അപകടത്തിൽപ്പെടുത്തി അയാളെ രക്ഷപ്പെടുക. പുള്ളിക്ക് അതൊക്കെ ഈസിക്ക് ദോശ. ഇവിടെ ഇത്തിരി പെണ്ണിനെ ഒരു ഭാഗത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് കാമുകൻ ആ പൊക്കമുള്ള ചെറുക്കനെ പിടിക്കാൻ വേണ്ടി പോകുന്നു. എന്നാൽ ഇവൻ അവന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ലീഡർ ഡാഡിയില്ലേ, അയാൾ വന്ന് ഈ പോലീസുകാരൻ ചെറുക്കനെ കുത്തിയിട്ട് നേരെ പോയി ഈ ഹാക്കർ പയ്യനെയും അറഞ്ചം പുറഞ്ചം കുത്താണ്. കുത്ത് കിട്ടി വീണവൻ വേറൊന്നും പറയില്ല. താൻ തോറ്റുപോയത് അവൻ മനസ്സിലാക്കിയിട്ട് ഈ ഡോക്യുമെന്റിന്റെ പാസ്വേഡുകളില്ലേ അത് പുള്ളിക്കാരന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ പോലീസുകാർക്ക് 2 പേരെ ജീവനോടെ കിട്ടി. അവരെ കൂടെ ഉണ്ടായിരുന്ന കുട്ടം പോലീസ് പാവം ചെറുക്കൻ അവൻ കുത്തും കൊണ്ട് വീണു. മെയിൻ കള്ളൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. സോ ഡിപ്പാർട്ട്മെന്റ് ഇവരെ ടീമിന് ആംബിയർ ഇല്ലാന്നും പറഞ്ഞിട്ട് കേസ് വേറെ ആൾക്കാർക്ക് മാറ്റി കൊടുക്കാനുള്ള അവസ്ഥയില്ല. ഇവരെ ഓഫീസ് പോലും അവരടിച്ചു തകർത്തില്ലേ? വളരെ മോശം സിറ്റുവേഷൻ ആയിരിക്കും. ഇനി എങ്ങനെ ആ മെയിൻ കള്ളനെ പിടിക്കൂ എന്നുള്ളത് അറിയില്ല. എല്ലാ വഴികളും അടഞ്ഞു. അയാൾ എവിടെയോ പൊത്തിനകത്ത് പോയി ഒളിക്കുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യും? അപ്പോഴാണ് ജാക്കി മാമൻ പറയുക, നമ്മുടെ വഴികൾ എല്ലാം അടഞ്ഞിട്ടുണ്ടാവില്ല, എന്തെങ്കിലും ഒന്ന് മിച്ചം കാണും. നീ നോർത്തോക്ക്, അക്കൗണ്ടിലുള്ള പണം ഇതുവരെ മാറിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ പണം അവരെടുത്തിട്ടില്ല. പിന്നെ അയാൾ ഒരു ഓൾഡ് സ്കൂളാ. അടിച്ചു മാറ്റിയ സാധനങ്ങൾ അതിന്റെ ഓണർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് പണം വാങ്ങിക്കുകയാണ് അയാൾ ചെയ്യുക. ഒരുപാട് സ്വർണ്ണമൊക്കെ മുന്നേ അയാൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അത് ഓണർക്ക് തന്നെ തിരിച്ചു കൊടുക്കാം, പണം തരണം എന്ന് പറയും. അതാണ് അയാളുടെ സ്റ്റൈല്. അങ്ങനെയാണെങ്കിൽ ഈ ക്രിപ്റ്റോ കറൻസി അതിനെ വെച്ച് എന്ത് ചെയ്യണമെന്ന് പുള്ളിക്കാരൻ അറിയില്ല. അത് പുള്ളി ഓണർക്ക് തന്നെ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പണം വാങ്ങിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. സോ ഈ കമ്പനി ഓണറെ നമുക്ക് ചെന്ന് നിരീക്ഷിക്കാമെന്നും പറഞ്ഞ് ഇവർ കാറുമായി കമ്പനി ഓണർ വീടിനടുത്തേക്ക് പോവാ. അയാളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. പിറ്റേ ദിവസം ഇങ്ങേര് പുള്ളിയുടെ സ്പോർട്സ് കാറും എടുത്ത് ഏതോ ഒരു ഹോട്ടലിലേക്ക് ചെല്ലുന്നു. കുറേയധികം പണമൊക്കെ റെഡിയാക്കുന്നുണ്ട്. നമ്മുടെ ഇത്തിരി പെണ്ണ് ചെന്ന് അയാളോട് സംസാരിക്കും. സോ ആ വില്ലൻ തന്ത തന്നെയാണ് ഈ പണം ചോദിച്ചിരിക്കുന്നത്. ആ ക്രിപ്റ്റോ കറൻസിയും ഈ ലിക്വിഡ് മണിയും കൈമാറാൻ വേണ്ടി ഒരു കോഫി ഷോപ്പിലേക്ക് പുള്ളിക്കാരനെ വരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പെൺകുട്ടി നേരെ ആ കോഫി ഷോപ്പിലേക്ക് പോവാ. ഒറ്റയ്ക്ക് പോവണ്ട, അകത്തേക്ക് കടക്കണ്ട, ഞങ്ങളും കൂടെ വന്നിട്ട് കയറിയാൽ മതിയെന്ന് ഹീറോയിൻ ടീമും പറയുന്നുണ്ട്. എന്നാൽ ഇവളത് കേൾക്കാതെ നേരെ കോഫി ഷോപ്പിനകത്തേക്ക് പോകും. ആ വില്ലൻ പെങ്കൊച്ചിന്റെ അടുത്ത് വന്നിരുന്നിട്ട്, മോളെ എന്നെ നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ അടുത്ത വീട്ടിലെ ഡാഡിയാ, നമ്മൾ അയൽക്കാരായിരുന്നു, ഞാൻ മീശ വെച്ചുകൊണ്ട് നിനക്ക് അറിഞ്ഞില്ല എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ മീശ അഴിച്ചു മാറ്റും. അപ്പോൾ അവൾ ചിരിച്ചിട്ട്, അങ്കിൾ നിങ്ങളായിരുന്നോ? എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ല, സോറി, ഞാൻ പേടിച്ചു പോയി. ഞാനിവിടെ ചായ കുടിക്കാൻ വന്നാ, നിങ്ങൾ കഴിച്ചായിരുന്നോ? എന്നാൽ എനിക്ക് പണിയുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഇവൾ എഴുന്നേൽക്കാൻ നിൽക്കുമ്പോൾ അയാൾ ചോദിക്കുകയാണ്, മോൾ എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നത്? മോളെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നില്ലേ, അവനിപ്പോൾ എവിടെയാണ്? അത് കേട്ട് പിക്കി പറയും, അവൻ മരണപ്പെട്ടു, അവൻ പോലീസായിരുന്നു, ഒരു കൊള്ളക്കാരൻ അവനെ കൊന്നുകളഞ്ഞു. ഇതവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജാക്കി മാമൻ ആ പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഈ കോഫി ഷോപ്പിന്റെ പിൻവാതിൽ പുള്ളിക്കാരൻ അടച്ചു വെച്ചിട്ടാണ് ഇവരടുത്തേക്ക് വരുന്നത്. ആ നേരത്ത് ഈ വില്ലൻ ഡാഡി, നീയും ഒരു പോലീസുകാരിയല്ലേ, അതെനിക്ക് അറിയില്ലെന്ന് വിചാരിച്ചോ എന്ന് ചോദിക്കുക. ഉടനെ ഇവള്, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ വില്ലൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവളെ വയറ്റിനിട്ടൊരു കുത്തും കൊടുത്ത് കഴുത്ത് ഞെരിച്ച് അവളെ ബോധം കെടുത്തും. എന്നിട്ട് മെല്ലെ അവിടുന്ന് പിറകുവശത്തുകൂടെ ഇറങ്ങിപ്പോകാൻ നോക്കുക.
അപ്പോഴേക്കും ജാക്കി മാമൻ വന്നു. ഒരു ആംബുലൻസിനെ വിളിക്കാൻ പറഞ്ഞ് പുള്ളിക്കാരി അവിടുത്തെ ഒരു ജോലിക്കാരനെ ഏൽപ്പിച്ചിട്ട് ഇയാളെ പിടിക്കാൻ പോവാ. പറകിലെ വാതിൽ അടച്ചു വെച്ചിരിക്കല്ലേ, അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഒരു പ്രോയ്ക്ക് മറ്റൊരു പ്രോയെ മനസ്സിലാവും. പുള്ളിക്കാരൻ ഈ കോഫി ഷോപ്പിൽ ലോക്കായി. എന്നാൽ അവിടുത്തെ ജോലിക്കാരനെ തടവിലാക്കി പുള്ളി ജാക്കി മാമനുമായിട്ട് ഫൈറ്റ് ചെയ്യുക. കത്തിക്കുത്താണല്ലോ മെയിൻ. ആ കത്തിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തന്നെ മാമൻ കുറെ പാടുപെടുന്നുണ്ട്. പൊരിഞ്ഞടി നടക്കുക കുറേ നേരം. ഇടയ്ക്കും തലയ്ക്കും 2-4 കുത്തൊക്കെ കൊള്ളുന്നുണ്ട്. അവസാനം കൂരയും പൊളിച്ച് ഇവരും താഴേക്ക് വീഴും. അവിടെ നിന്ന് കുത്താൻ വരുമ്പോൾ കൊച്ചുപെണ്ണാണ് വന്ന് അയാളെ തലയ്ക്കടിച്ച് രക്ഷപ്പെടുത്തുക. കൊച്ചുപെണ്ണിനെ കുത്താൻ നോക്കുമ്പോൾ മാമൻ ഓടി വന്ന് കത്തി പിടിക്കും. ഇയാൾ ആ കത്തിയും കൊണ്ട് മാമന്റെ കഴുത്തെ വരഞ്ഞിട്ടിട്ട് ഒരൊറ്റ ഓട്ട. മാമൻ കഴുത്ത് പൊത്തിപ്പിടിച്ച് മോളോട് പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആഴത്തി മുറിവായിട്ടില്ല, നീ ചെന്ന് അയാളെ തെരഞ്ഞു കണ്ടുപിടിക്കുക, അയാളെ രക്ഷപ്പെടാൻ പാടില്ല. ഇവളത് കേട്ട് മാമൻ അവിടെയുള്ള ജോലിക്കാരെ ഏൽപ്പിച്ചിട്ട് നേരെ ഇയാളെ തെരഞ്ഞു പിടിച്ച് പോവാ. പക്ഷെ നല്ല തിരക്കായിരിക്കും. അതിൽ ഈ തന്ത എവിടെയാണെന്ന് മനസ്സിലാവില്ല. അവിടെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ 4-5 തുണി ഒരുമിച്ചിട്ടല്ലേ നടക്കുക, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഈ വില്ലന്റെ കയ്യിൽ ബാൻഡേജ് ഉണ്ടായിരുന്ന കാര്യം ഇത്തിരി പെണ്ണ് ഓർത്തെടുക്കുക. അങ്ങനെ ബാൻഡേജ് കെട്ടിയൊരു തന്ത ഇടവഴി കൂടെ നടന്നു പോകുന്നുണ്ട്. ഇവൾ അയാളെ ഫോളോ ചെയ്തു പോകും. എന്നിട്ട് കൺട്രോൾ റൂമിനെ വിളിച്ച് എനിക്ക് ഒറ്റയ്ക്ക് അയാളെ പിടിക്കാൻ പറ്റില്ല, കൂടെ സഹായിക്കാൻ ആരെങ്കിലും വേണമെന്ന് പറയാം. അപ്പോൾ ഇവളുടെ കൂടെ ഇത്രയും നാളുണ്ടായിരുന്ന സർവീലിയൻസ് ടീമില്ലേ, പിഗ്ഗി ബണ്ണും തോഫും ടിൻഡോയും ഒക്കെ, അവരെല്ലാം വരികയാണ് ഫീൽഡിൽ. ഇവർ നാനാ ഭാഗത്തു നിന്ന് ഇയാളെ ബ്ലോക്ക് ചെയ്ത് ഒരു ജംഗ്ഷനിലേക്ക് എത്തിക്കും. പോകുന്ന വഴിയെല്ലാം പോലീസ് ഉണ്ടെന്ന് മനസ്സിലാക്കി അവസാനം ജംഗ്ഷനിലേക്ക് ചെന്ന വില്ലൻ തന്ത ചുറ്റും പോലീസാൽ നിറഞ്ഞ് അവിടെ പിടിക്കപ്പെടുകയാണ്. പുള്ളിക്ക് ഇനി രക്ഷപ്പെടാൻ വഴിയില്ല. അങ്ങോട്ട് പ്ലാസ്റ്റർ എല്ലാം വെച്ച് തുന്നിക്കെട്ടി നമ്മുടെ ജാക്കി മാമനെ എത്തിക്കഴിഞ്ഞു. ഇനി തനിക്കൊരു വഴിയില്ലാന്ന് മനസ്സിലാക്കിയ വില്ലൻ ഡാഡി എന്നെ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തോന്നും പറഞ്ഞ് കൊച്ചുപെണ്ണിന്റെ അടുത്തേക്ക് പോകും. കൈ നീട്ടിപ്പിടിച്ചവൻ തൊപ്പിക്കുള്ളിൽ തന്റെ പേനാക്കത്തി വെച്ചിരുന്നു. പക്ഷെ നമ്മുടെ പെണ്ണും ഫൈറ്റർ അല്ലേ, വളഞ്ഞിട്ട് കൈ മടക്കി പിടിച്ച് 2 ഇടിയും കൊടുത്ത് അവളെ പിടിക്കുകയാണ് ആ തന്തയെ. അയാൾ ചിരിക്കും, നരുന്തിന്റെ സൈസുകളിലോ, എന്നിട്ട് നിനക്ക് ഇടിക്കാൻ അറിയാം അല്ലടി പെണ്ണേന്നും പറഞ്ഞു. പിന്നെ മാമനും വരുന്നു, പുള്ളി ഒരു ഇടി കൊടുത്തിട്ട് അയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം. അത് കഴിയുമ്പോൾ പോലീസുകാരെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. നിന്റെ അച്ഛൻ ഇതിലൊരുപാട് അഭിമാനിക്കുന്നുണ്ടാകും എന്ന് ഹീറോ മോളോട് പറയുന്നു. അത് കഴിയുമ്പോൾ എസ് ഐ ഒക്കെ വന്നിട്ട് ഞാൻ നിങ്ങളെപ്പറ്റി മോശമായിട്ടൊക്കെ സംസാരിച്ചു, പക്ഷെ ഇപ്പോഴാണ് നിങ്ങളുടെ വില മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് ഹീറോയോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് ദ ഷാഡോ എഡ്ജ് എന്ന സിനിമ അവസാനിക്കുകയാണ്. ഒരു ടൈലന്റും കൂടെ ഉണ്ട്. ഇതിലെ ഒരു കള്ളം ബാക്കിയുണ്ടാവും. അവൻ ഈ തന്തേനെയും ബാക്കി പോലീസുകാരെയും തട്ടാൻ വേണ്ടി പ്ലാൻ ചെയ്ത് അടുത്ത മിഷന് തയ്യാറായി ഇറങ്ങാം. അത് നടക്കുകയാണെങ്കിൽ അടുത്ത പാർട്ടി വെച്ച് കാണും. ഓക്കെ അല്ലേ? താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഉറു കഥസുലട്ടുമസ്.